Good morning, children. How are you? Now you are very smart and lovely. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഉന്മേഷമുണ്ട്. സോ now we are start our maths class. ഒരു മാത്സ് ക്ലാസ് തുടങ്ങിയാലോ? അപ്പോൾ നല്ല ഉഷാറായിരിക്കുമ്പോഴല്ലേ മാത്സ് ക്ലാസ് പഠിക്കാൻ നല്ലത് അല്ലേ? മാത്സിലാണെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചതിൻ്റെ റിപ്പീറ്റേഷനാണ്. ആദ്യം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊരു നോക്കൽ മാത്രമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബ്ലാക്ക് ബോർഡിൻ്റെ മീതേക്ക് നിങ്ങൾക്ക് എഴുതാൻ എത്താറുണ്ടോ? ബോർഡിൻ്റെ മീതേക്ക് താഴത്തൊക്കെ നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ മീത നമ്മുടെ സ്ട്രെങ്ത്ത് പ്രസൻറ്റ് ഒക്കെ എഴുതാറില്ലേ? ഡേറ്റ് ഒക്കെ എഴുതാറില്ലേ നമ്മൾ? അവിടെ നിങ്ങൾക്ക് എത്താറുണ്ടോ എഴുതാൻ? ഇല്ല. വൈ? വാട്ട്സ് റീസൺ? എന്താ കാരണം എഴുതാൻ പറ്റാത്തത്? നിങ്ങൾ ചിന്ന വാവകളാണ് അല്ലേ? ചെറിയ കുട്ടികളല്ലേ? വളരെ കുഞ്ഞു വാവകളാണ് നിങ്ങളല്ലേ? അതുകൊണ്ടല്ലേ എത്താത്തത്? ടീച്ചർ എഴുതുന്നില്ലേ? വൈ? ടീച്ചർ ഉയരമുണ്ട് ടീച്ചർക്കല്ലേ? നിങ്ങൾ ഉയരം കുറഞ്ഞിട്ടാ. ടീച്ചർ ഉയരമുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർക്ക് അവിടെ എഴുതാൻ പറ്റുന്നല്ലോ ഉണ്ടല്ലേ? സ്ട്രെങ്ത്ത് അറ്റൻഡൻസ് ഒക്കെ എടുത്ത് സ്ട്രെങ്ത്തും പ്രസൻ്റ് ഒക്കെ എഴുതാറില്ലേ? നമുക്കില്ലേ നമ്മുടെ മാത്സിനും ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണെന്നറിയാമോ? ഫസ്റ്റ് ലെസണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അത് തന്നെയാണ്. ടോളും ഷോർട്ടാണ്, ഉയരം കൂടുതലും ഉയരം കുറഞ്ഞതുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. തുടങ്ങിയല്ലേ? ഓക്കെ, ദെൻ റെഡി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദെൻ യു ആർ ഓപ്പൺ യുവർ ബുക്ക്. ഓപ്പൺ ചെയ്ത് വെക്കുക. ദെൻ ടേക്ക് എ പെൻസിലെടുത്ത് വളരെ നിയറായി വെക്കുക. പക്ഷെ ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ബുക്ക്. ദെൻ ലുക്ക് അറ്റ് മീ. നൗ ലുക്ക് അറ്റ് മീ. ദെൻ ഐ സേ യു ടു ലുക്ക് ഓൺ യുവർ ബുക്ക്. ആ സമയത്ത് മാത്രം നിങ്ങൾ ബുക്കിലേക്ക് നോക്കുക. നൗ യു ആർ ലുക്ക് അറ്റ് മീ. ഓക്കെ, എന്നെ നോക്കണേ. ദെൻ നമുക്ക് ഈ ചിത്രങ്ങൾ വാട്ട് പിക്ചേഴ്സ് ആർ ദീസ്? എന്തിൻ്റെ ചിത്രങ്ങളാണ്? യെസ്, ജിറാഫ് ആൻഡ് ഡിയർ. ക്യാൻ യു റെക്കഗ്നൈസ്? മനസ്സിലാവുന്നില്ലേ? ജിറാഫുമാണ്. ദിസ് ഈസ് ജിറാഫ്, ദിസ് ഈസ് ഡിയർ അല്ലേ? രണ്ട് അനിമൽസ് ആണ് അല്ലേ? വിച്ച് ഇസ് ദ ടോൾ? ഉയരം കൂടിയത് ഏതാ ഇതിൽ? ഏതിനാണ്? യെസ്, ജിറാഫ് അല്ലേ? ദെൻ ഷോർട്ട്. ടോൾ എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ, ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ അല്ലേ? വിച്ച് ഈസ് ദ ഷോർട്ട്? ഡിയർ. ദി ജിറാഫ് ഈസ് ടോൾ ആൻഡ് ഡിയർ ഈസ് ഷോർട്ട്. അറിയാം അല്ലേ? ദെൻ നമുക്ക് see the next pictures. What are these? Yes, എന്താണ്? Dog and camel. നായയും ഒട്ടകവുമാണ് അല്ലേ? which is the tall animal? ഇത് ഈ ചിത്രത്തിൽ in this picture ടോൾ അനിമൽ ഏതാണ്? യെസ്, ദി ക്യാമൽ ഈസ് ടോൾ. ഇറ്റ്സ് എ ഷോർട്ട് അനിമൽ. ദി ഡോഗ് ഈസ് ഷോർട്ട്. ഈ ചിത്രത്തിൽ ക്യാമലാണ് ടോള്, പിന്നെ ഡോഗാണ് ഷോർട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ യു ലുക്ക് അറ്റ് യുവർ ഓൺ ബുക്ക്. ബുക്കിലേക്ക് നോക്കൂ കേട്ടോ. നിങ്ങൾ ടോൾ ഷോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. TALL ടോൾ. SHORT ഷോർട്ട്. ടോൾ ഉയരം കൂടിയത്, ഷോർട്ട് ഉയരം കുറഞ്ഞത്. ദി ജിറാഫ് ഈസ് ടോൾ. ജിറാഫാണ് ടോൾ. നമ്മൾ പൊതുവേ ടോളസ്റ്റ് അനിമലാണ് ജിറാഫ്. ആ തന്ന ചിത്രത്തിലും ജിറാഫാണ് ടോൾ. ദെൻ ദ ഡിയർ ഈസ് ഷോർട്ട്. ദെൻ നെക്സ്റ്റ് പിക്ചറിൽ എന്തായിരുന്നു? ദി ഡോഗ് ഈസ് ഷോർട്ട്, ദി ക്യാമൽ ഈസ് ടോൾ. ഓക്കെ, then look at the pictures given below. Write T for tall and S for short.
ഉയരം കൂടിയതിന് നിങ്ങൾ ടി എന്ന് എഴുതണം, ഉയരം കുറഞ്ഞതിന് നിങ്ങൾ എസ് എന്ന് എഴുതണം. ഓക്കെ, ടേക്ക് യുവർ പെൻസിൽ, ദെൻ ലുക്ക് അറ്റ് ദി പിക്ചർ. നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കാം. വാട്ട് ആർ ദീസ്? ചിത്രം മനസ്സിലായോ? എന്താണ്? കങ്കാരു ആൻഡ് റാബിറ്റ്. എന്താണ്? കങ്കാരു ആൻഡ് റാബിറ്റ്. ഇതിലേതാണ് വിച്ച് ഇസ് എ ടോൾ അനിമൽ? ദിസ് പിക്ചർ, ഇൻ ദിസ് പിക്ചർ കങ്കാരു അല്ലേ? ഷോർട്ട് ഏതാണ്? റാബിറ്റ്. കറക്റ്റ്. അപ്പോൾ ദെൻ മാർക്ക് ഇറ്റ്. മാർക്ക് ചെയ്തോളൂ. ഏതാണ്? നമുക്ക് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ആ ടോൾ അനിമലിന് ടി എന്നും ഷോർട്ട് അനിമലിന് എസ് എന്നും, ഉയരം കൂടിയ അനിമലിന് ടി എന്നും ഉയരം കുറഞ്ഞതിന് എന്ത് ചെയ്യണം? എസ് എന്നും മാർക്ക് ചെയ്യണം. അപ്പോൾ നോക്കൂ, ബുക്കിലൊക്കെ യുവർ ഓൺ ബുക്ക്. എന്താണ്? കങ്കാരുവിനെ കണ്ടില്ലേ? കങ്കാരുവിൻ്റെ അടുത്ത് ഒരു റൗണ്ട് ഉണ്ട്, കണ്ടോ? റൗണ്ട്. ആ റൗണ്ടിൽ ടി എന്ന് എഴുതൂ. ടോൾ അനിമലല്ലേ? റാബിറ്റ് കണ്ടോ? റാബിറ്റിൻ്റെ അടുത്ത് എന്ത് എഴുതണം? റാബിറ്റിൻ്റെ ചിത്രം കണ്ടില്ലേ? റാബിറ്റിൻ്റെ അടുത്ത് എന്തെഴുതണം? യെസ് എന്ന് എഴുതണം അല്ലേ? നെക്സ്റ്റ് പിക്ചർ കണ്ടോ? ഒരു ട്രീയും ഉണ്ട്, ഒരു പ്ലാന്റും ഉണ്ട്, ഒരു മരമുണ്ട്, അപ്പോൾ ഒരു ചെടിയില്ലേ? മരം വലുതാണ്, ചെടി ചെറുതാണ് അല്ലേ? അപ്പോൾ ഇതിൽ ടോളും ഷോർട്ടാണ്. ഒരു ട്രീ ഉണ്ട്. ദിസ് ഈസ് ട്രീ, ദിസ് ഈസ് പ്ലാന്റ്. ഇറ്റ് ഈസ് ടോൾ. ട്രീ അല്ലേ? ട്രീ ഈസ് ടോൾ, ദെൻ ദി പ്ലാന്റ് ഈസ് ഷോർട്ട് അല്ലേ? ലുക്ക് അറ്റ് യുവർ ഓൺ ബുക്ക്. ബുക്കിലേക്ക് നോക്കൂ. ബുക്കിലും ഉണ്ടല്ലേ ആ പ്ലാന്റ് കണ്ടില്ലേ? പൂവായിട്ടുള്ള ചെറിയ ചെടിയിലെ പൂവുണ്ടായിരിക്കണേ. അതെന്താണ്? ഷോർട്ടാണ്. യു റൈറ്റ് യെസ്. ആ റൗണ്ടിനുള്ളിൽ യെസ് എന്ന് എഴുതൂ. ദെൻ ട്രീ കണ്ടില്ലേ? വലിയതാണ് അല്ലേ? അതിനടുത്ത് എന്ത് ചെയ്യണം? അത് ടോള് ഉയരം കൂടിയതല്ലേ? അപ്പോൾ ടി എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ കങ്കാറിൻ്റെ അടുത്ത് എന്താണ്? വിച്ച് ലെറ്റർ? ടി. ദെൻ റാബിറ്റിൻ്റെ അടുത്ത് യെസ്. ദെൻ ആ ഫ്ലവറിൻ്റെ അടുത്ത് യെസ്. ദെൻ ട്രീയുടെ അടുത്ത് ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ്. മോർ ലെസ് എന്നാണ്. മോർ എന്ന് പറഞ്ഞാൽ നിർത്താം. അർത്ഥം MORE. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. LESS ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ്. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ മോറും ലെസ്സും, കൂടുതലും കുറവും ഏതോന്നും കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടോ? 2 trees are there അല്ലേ? മാംഗോ ട്രീ ആണല്ലേ? അല്ലേ? ദിസ് ട്രീ ഹാസ് many mangoes are there. This tree has only 4 mangoes. ഇതിൽ 4 mangoes ആണ്. ഇതിനകത്തോ 14 ഉണ്ട് അല്ലേ? ഒരുപാടെണ്ണം ഉണ്ടല്ലേ? അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ മോർ ഏതാണ്? ദിസ് ട്രീ ഹാസ് മോർ മാംഗോസ്, ദിസ് ട്രീ ഹാസ് ലെസ് മാംഗോസ്. മനസ്സിലായോ? അപ്പോൾ മോർ മാംഗോസ് ഓൺ ദി ട്രീ അല്ലേ? മോർ മാംഗോസ് ഓൺ ദി ട്രീ. ആ ട്രീയിലാണ് ഏറ്റവും കൂടുതൽ മാങ്ങകളുള്ളത്, കുറേ നമ്പേഴ്സ് ഉള്ളത് അല്ലേ? ദെൻ ഓൺലി 4 നമ്പേഴ്സുള്ള മാംഗോ ട്രീ ആണ് ലെസ് നമ്പർ. മനസ്സിലായോ? ലെസ് എന്ന് പറഞ്ഞാൽ കുറവാണ്, മോർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അല്ലേ? ദ പ്ലാന്റ്സ് അല്ലേ? ഫ്ലവേഴ്സ് അല്ലേ? ഇതിൽ മോർ ഫ്ലവേഴ്സ് ഏതാണെന്നാണ് അല്ലേ? ഇതിൽ 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഇതാണോ മോറ്? ഇതാണോ മോറ്? ഇതല്ലേ മോർ, കൂടുതൽ ഇതിനകത്തല്ലേ അല്ലേ? ഈ 2 നമ്പേഴ്സാണ് എന്ത്? ലെസ് അല്ലേ? ഈ 4 നമ്പേഴ്സാണ് എന്ത്? മോർ. 2 നമ്പേഴ്സ് ആർ ലെസ് അല്ലേ? അപ്പോൾ മോർ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ മോർ ഫ്ലവേഴ്സാണത് 4 നമ്പേഴ്സ്, ലെസ് ഫ്ലവേഴ്സാണ് 2 നമ്പേഴ്സ്. മനസ്സിലായില്ലേ? അപ്പം 4 എണ്ണല്ലേ കൂടുതൽ അല്ലേ? 2 എണ്ണം 4 എണ്ണല്ലേ കൂടുതൽ, 2 എണ്ണം കുറവല്ലേ? അങ്ങനെ അതാണ്. അപ്പം ഇനി ടേക്ക് യുവർ പെൻസിൽ എടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്ന്. എഴുതാൻ റെഡി ആയിരിക്കുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. ദീസ് ആർ ആപ്പിൾസ് അല്ലേ? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ നോക്കാം. നോക്കൂ, ഇതിനകത്ത് 5 നമ്പേഴ്സ് ഉണ്ട്. ഇതിനകത്തോ 2 നമ്പേഴ്സാണുള്ളത് അല്ലേ? ആപ്പിള് അല്ലേ? ആപ്പിളിനകത്ത് എന്താണ്? ഇതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 2 നമ്പേഴ്സാണ്. അപ്പോൾ 5 ആണോ 2 ആണോ മോർ എന്നാണ്. ഇതിൽ കൂടുതൽ എണ്ണം ഇതുള്ളേ അല്ലേ? ഈ സെക്ഷനാണ് മോർ നമ്പേഴ്സ്. ഈ 2 നമ്പേഴ്സാണ് എന്ത്? ലെസ്, കുറവ് അല്ലേ? അപ്പോൾ കൂടുതൽ എണ്ണം കുറവ് എണ്ണം അല്ലേ? അപ്പോൾ ദെൻ മാർക്ക് കണ്ടോ? 5 നമ്പേഴ്സിൽ ആപ്പിൾ കണ്ടില്ലേ? 5 നമ്പേഴ്സ്. അതിൻ്റെ അവിടെ എന്ത് ചെയ്യണം?
എം എന്ന് മോർ എന്നുള്ളത് അതിന് നമ്മൾ എം അല്ലേ വരുന്നത്, MOR അല്ലേ മോർ, അതുകൊണ്ട് അവിടെ എം എന്ന് എഴുതണം. ദെൻ 2 നമ്പേഴ്സ് കണ്ടില്ലേ ആപ്പിള്, അവിടെ എന്ത് ചെയ്യണം, L എന്ന് ലെസ് എന്ന് എഴുതണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് M ഫോർ മോർ ആൻഡ് L ഫോർ ലെസ്. അപ്പോൾ മോർ എന്നുള്ള കൊടുത്ത് എം, അപ്പോൾ 5 നമ്പേഴ്സിൽ ആപ്പിളിൻ്റെ അവിടെ എം എന്നും 2 നമ്പേഴ്സ് ആപ്പിൾ കൊടുത്ത് L എന്നും എഴുതണം. ദീസ് എന്താണ്, ഫിഷസ് ആണല്ലേ, ഒരുപാട് മീനുകളുണ്ട് അല്ലേ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ, ഇതിലേതാണ് മോർ എന്നും ലെസ് എന്നും കാണാം അല്ലേ. ഇത് എത്രയാണ്, 3 നമ്പേഴ്സാണ്. 3 നമ്പേഴ്സിലാണെങ്കിൽ 5 നമ്പേഴ്സ് ഉണ്ട്. ഇതിലേതാ കൂടുതൽ, മോർ ഏതാണ്, ഈ 5 നമ്പേഴ്സ് ഉള്ളതല്ലേ കൂടുതൽ അല്ലേ. 3 നമ്പേഴ്സ് ലെസ് അല്ലേ, ഇതല്ലേ കുറവ് അല്ലേ. 3 നമ്പേഴ്സ് ലെസ്സാണ്, 5 നമ്പേഴ്സ് മോറാണല്ലേ. കണ്ടില്ലേ നോക്കല്ലേ, 5 നമ്പർ ഇതിനകത്തുണ്ട്, ഇതാണ് മോറ്. ഈ 3 നമ്പേഴ്സിന് 3 നമ്പറിൻ്റെ ഇത് ലെസ്സുമാണ് അല്ലേ. ഇപ്പം മനസ്സിലായോ. അപ്പോൾ ടേക്ക് യുവർ പെൻസിൽ നോക്ക്. 3 നമ്പേഴ്സുള്ള ഫിഷിൻ്റെ അവിടെ എന്താ എഴുതേണ്ടത്, കുറവ് എന്നുള്ളത് ഏതാണ് വാക്ക്, ലെസ്. കുറവ് എന്നുള്ള ഏതാ വാക്ക്, ലെസ്. ദെൻ അപ്പോൾ ഏത് ലെറ്ററാണ്, L. 3 ഫിഷിൻ്റെ അവിടെ എഴുതിക്കോളൂ, L എന്ന് എഴുതിക്കോളൂ. ദെൻ 5 നമ്പേഴ്സ് കണ്ടില്ലേ, അവിടെ എന്താണ് മോർ. മോറിന് ഏത് ലെറ്റർ എഴുതാൻ പറഞ്ഞേക്കുന്നത്, M. അപ്പോൾ M എന്ന് എഴുതൂ. റൈറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് പേജ് എടുക്കാം. ലേൺ ഓവർ, ടേൺ ഓവർ. ദെൻ ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ് എന്നാണ്, INFRONT ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ്, BEHIND ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ, മുന്നിലും പിന്നിലും എന്നർത്ഥം. എന്തൊക്കെയാണ് മുന്നിലും പിന്നിലും നോക്കാം. ചിത്രങ്ങൾ കണ്ടില്ലേ, ഒരു ഹട്ടുണ്ട് അല്ലേ, ഒരു ക്യാറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡോഗും ഉണ്ട്. എവിടെ നോക്കാം അല്ലേ ക്യാറ്റും ഡോഗൊക്കെ. ദി ക്യാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹട്ട്. ഒരു കുടിലുണ്ട് ഇവിടെ, ആ കുടിലിൻ്റെ മുന്നിലാണ് ആര്, പൂച്ച ഇരിക്കുന്നത്. ദി ഡോഗ് ഈസ് ബിഹൈൻഡ് ദ ഫെൻസ്. നായയാണെങ്കിലോ ആ ഫെൻസ് പറഞ്ഞാൽ വേലി, വേലിക്ക് പിന്നിലാണ് അല്ലേ. വെർ ഈസ് ദ ക്യാറ്റ്, ദി ക്യാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹട്ട്. ആ കുടിലിൻ്റെ മുന്നിലാണ് ക്യാറ്റ്. വെർ ഈസ് ദ ഡോഗ്, ദി ഡോഗ് ഈസ് ബിഹൈൻഡ് ദ ഫെൻസ്. നായ വേലിക്ക് പിന്നിലാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ആരാണ്, മുന്നിൽ ആരാണ്, ദി ക്യാറ്റ്. ബിഹൈൻഡ് ആരാണ്, പിന്നിലാരാണ്, ഡോഗ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കൂ. ഒരു ട്രീ അല്ലേ, ആ ട്രീക്ക് അടുത്ത് ആരൊക്കെയുണ്ട്, ഒരു ഡിയറുണ്ട് അല്ലേ, ഡിയറുണ്ട്, പിന്നെ ഒരു ഫോക്സ് ഉണ്ട്, മാനും ഉണ്ട്, കുറുക്കനും ഉണ്ട് അല്ലേ. മാൻ എവിടെ നിൽക്കുന്നത്, ദി ഡിയർ ഈസ് ബിഹൈൻഡ് ദ ട്രീ. മരത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് ആര്, ഡിയർ. മാൻ എവിടെ നിൽക്കുന്നു, ദി ഫോക്സ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ട്രീ. ദി ഡിയർ ഈസ് ബിഹൈൻഡ് ദ ട്രീ. മരത്തിൻ്റെ പിന്നിലാണ് ആര്, മാൻ നിൽക്കുന്നത്. ദി ഫോക്സ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ട്രീ. കുറുക്കൻ എവിടെയാണ്, മരത്തിൻ്റെ മുന്നിൽ ആണ്. അപ്പോൾ വേർ ഈസ് എ ഡിയർ, ഡിയർ ഈസ് ബിഹൈൻഡ് ദ ട്രീ, മരത്തിന് പിന്നിലാണ്. വെർ ഈസ് ദ ഫോക്സ്, ദി ഫോക്സ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ മുന്നിലാണ് ഫോക്സ്. ഹു ഈസ് ഇൻ ഫ്രണ്ട് ഓഫ്, ദി ഫോക്സ്. ഹു ഈസ് ബിഹൈൻഡ്, ദി ഡിയർ. വേർ ഈസ് ദ ഡിയർ, ഡിയർ ഈസ് ബിഹൈൻഡ്. വെർ ഈസ് ദ ഫോക്സ്, ഫോക്സ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ്. മനസ്സിലായോ, മുന്നിലും പിന്നിലും. ഇതാ വേറെ പിക്ചേഴ്സ്. ആരാണ്, ക്യാറ്റാണ് അല്ലേ. ക്യാറ്റും ഉണ്ട്, റാറ്റും ഉണ്ട്, പൂച്ചയും എലിയും അല്ലേ. എന്തൊരു മാച്ച് അല്ലേ. പൂച്ച എലി നല്ല ശത്രുക്കളാ. പൂച്ചയാണെങ്കിൽ എലിയെ പിടിക്കാൻ നടക്കും അല്ലേ. അത് തന്നെ കഥ. അവിടെ നോക്കൂ, ഒരു കൊട്ട ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, പഴങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ പഴത്തിൻ്റെ കൊട്ടയ്ക്ക് മുന്നിലും പിന്നിലും ആരാന്ന് നോക്കാം. ദി റാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഫ്രൂട്ട് ബാസ്ക്കറ്റ്. പഴം കൊട്ടയ്ക്ക് പിറകിലാണ് ആര്, ദി റാറ്റ്. പിന്നിൽ ഇതാ ഒളിച്ചിരിക്കണു, കണ്ണുകൊണ്ട് ഇതാ നോക്കണില്ലേ. പേടിച്ചറിഞ്ഞിട്ട് പൂച്ച ഇങ്ങനെ നോക്കുകയാണ്, പിടിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് എലി പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ആ പഴക്കൊട്ടയുടെ ബാക്കിൽ. കണ്ടോ, ബിഹൈൻഡിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. ദി കാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫ്രൂട്ട് ബാസ്ക്കറ്റ്. കണ്ടില്ലേ, ക്യാറ്റ് നല്ല ഗമ്മയിൽ അല്ലേ. കണ്ണുറ്റിയിൽ പിടിക്കാൻ പറ്റുമോ എന്ന് കണ്ണുറ്റിങ്ങനെ നോക്കിക്കൊണ്ട്
പഴക്കൊട്ടയുടെ മുന്നിലിരിക്കുക. എന്താ കാര്യം? പഴം തിന്നാനെങ്ങാനും റാറ്റ് ഇൻഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാടി വീഴാൻ വേണ്ടിയിട്ടാണ് ക്യാറ്റ് ഇവിടെ പതുങ്ങിയിരിക്കുന്നത് അല്ലേ. കുട്ടയ്ക്ക് മഴക്കൊട്ടയുടെ മുന്നിൽ പൂച്ചരിക്കുന്നു, പിന്നിൽ തക്കം പറത്തി ഇങ്ങനെ ഒന്ന് പോയി കിട്ടിയാൽ മതി ക്യാറ്റ്, എന്നിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ പഴം കഴിക്കാമെന്ന് ഓർത്തിട്ട് റാറ്റ് അവിടെ ഇങ്ങനെ ബിഹൈൻഡിലിരിക്കുകയാണ്. അപ്പോൾ വേർ ഈസ് ദ റാറ്റ്? ദി റാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഫ്രൂട്ട് ബാസ്ക്കറ്റ്. പഴത്തിൻ്റെ പിറകിലാണ് എലിയിരിക്കുന്നത്. വെർ ഈസ് ദ ക്യാറ്റ്? ദി ക്യാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ മുന്നിലാണ് ആരിരിക്കുന്നത്? ക്യാറ്റ് ഇരിക്കുന്നത്. പിന്നിലാരാണ്? റാറ്റാണ്. മുന്നിലാരാണ്? ക്യാറ്റാണ്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ. ഓക്കെ. അപ്പോൾ ടീച്ചർ ഇരിക്കുന്നതിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഇരിക്കുക? ടീച്ചർമാരുടെ ഏത് ഭാഗത്താണ് ഇരിക്കുക? ബിഹൈൻഡ് ആണോ ഇൻ ഫ്രണ്ട് ഓഫ് ആണോ ഇരിക്കുക? ഇൻ ഫ്രണ്ട് ഓഫ് അല്ലേ? ടീച്ചർമാരെ മുന്നിലല്ലേ ഇരിക്കുക? ആ, കുട്ടികൾ ടീച്ചറുടെ മുന്നിലായിരിക്കുന്നത് അല്ലേ. ഓക്കെ. ലുക്ക് അറ്റ് യുവർ ഓൺ ബുക്ക്, ദെൻ ടേക്ക് യുവർ പെൻസിൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ട് റൈറ്റ് ബി ഫോർ ബിഹൈൻഡ് ആൻഡ് എ ഫോർ ഇൻ ഫ്രണ്ട് ഓഫ്. ബിഹൈൻഡ് എന്ന് കാണിക്കുന്നത് അതിൻ്റെ ലെറ്റർ ബി ആണ് ആദ്യം വരുന്നത് അല്ലേ. ആ ബി ആണ്. പിന്നിലെങ്കിൽ ബി എന്ന് എഴുതണം, മുന്നിലെങ്കിൽ എഫ് എന്ന് എഴുതണം. ഓക്കെ. ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ മോപ്പും ഡെറ്റോൾ ബോക്സ് ഉണ്ട്. ഡെറ്റോൾ ഒഴിച്ചിട്ടൊക്കെ തറ തുടച്ച് വൃത്തിയാക്കുകയാണ് അല്ലേ. അപ്പോൾ അണുക്കളൊക്കെ പോകാൻ വേണ്ടി ഡെറ്റോൾ ഒഴിക്കാൻ വേണ്ടി ഡെറ്റോൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഡെറ്റോൾ എവിടെയാണ്? മോപ്പ് തുടക്കോൽ എവിടെയാണ്? മോപ്പ് എവിടെയാണെന്നാണ്. ഡെറ്റോൾ കുപ്പി എവിടെയാണ്? വേർ ഇസ് ദ ഡെറ്റോൾ ബോട്ടിൽ? ഇൻ ഫ്രണ്ട് ഓഫ്, ബക്കറ്റിൻ്റെ മുന്നിലാണല്ലേ. മോപ്പ് എവിടെയാണ്? ബിഹൈൻഡ്. അപ്പോൾ ഡെറ്റോൾ ബോട്ടിലിൻ്റെ അടുത്ത് എന്ത് എഴുതണം? എഫ് എന്ന് എഴുതണം. യു റൈറ്റ് എഫ്. ദെൻ മോപ്പ് ഇരിക്കുന്നതിന് മീതെ കണ്ടില്ലേ? ആ വടിയുടെ മീതെ, എൻ്റെ പിയുടെ മീതെ കണ്ടോ ഒരു റൗണ്ട്? അവിടെ എന്ത് ചെയ്യണം? പിന്നിലല്ലേ മോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതണം? ബി എഴുതിക്കോളൂ. റൈറ്റ് ഇറ്റ്. ബി. ഓക്കെ. ദെൻ നെക്സ്റ്റ്. ഇവിടെ നോക്കൂ, ഒരു റാബിറ്റും ഉണ്ട്, ഡിയറും ഉണ്ട്. നല്ല അല്ലേ, നല്ല ഓമനത്തമുള്ള നല്ല അല്ലേ ലവ്ലി അനിമൽസാണ് അല്ലേ. നല്ല മനോഹരമായ, നല്ല എന്താ പറയുക, നിഷ്കളങ്കമായ അല്ലേ പാവങ്ങളാണ് അല്ലേ. പാറക്കൂട്ടം കണ്ടില്ലേ? റോക്സിന് ഇൻ ഫ്രണ്ട് ഓഫ് എവിടെ ആരാണ്? റാബിറ്റ് അല്ലേ? സോറി, റാബിറ്റ് അല്ലേ. ദെൻ ബിഹൈൻഡ് ആരാണ്? ഡിയർ. പാറയുടെ മുന്നിലാണ് ആര് വന്ന് നിൽക്കുന്നത്? റാബിറ്റ് അല്ലേ. പിന്നിലാണ്, പാറയ്ക്ക് പിന്നിലാണ് നിൽക്കുന്ന ആര്? ഡിയർ. അപ്പോൾ മുന്നിലാണ് റാബിറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? എഫ് എന്ന്, റാബിറ്റിൻ്റെ അടുത്ത് എഫ് എന്ന് എഴുതണം അല്ലേ. പിന്നിലാണ് ആര്? ഡിയർ. അപ്പോൾ എന്ത് ചെയ്യണം? ബി എന്ന് എഴുതണം അല്ലേ. ഡിയറിൻ്റെ അടുത്ത് ബി എന്ന് എഴുതിക്കോളൂ, റാബിറ്റിൻ്റെ അടുത്ത് എഫ് എന്ന് എഴുതിക്കോളൂ. ഡു ഇറ്റ്. ആർ യു ഫിനിഷ്? യെസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പേജ്. തിക്ക്, തിൻ. തിക്കും തിന്നാണ്. കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും. തിക്ക് പറഞ്ഞാൽ കട്ടി കൂടിയത്, തിന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞത്. കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും ആണ്. ദിസ് പില്ലർ ഈസ് തിക്ക്. ദിസ് പില്ലർ ഈസ് തിക്ക്. എന്താണ് അവിടെ? അവിടെ തൂണ് കൊടുത്തിട്ടുണ്ട്. ആ തൂണ് എന്താണ്? നല്ല കട്ടിയുണ്ട് അല്ലേ. ദിസ് ഫ്ലാഗ് പോസ്റ്റ് ഈസ് തിൻ അല്ലേ. ഫ്ലാഗ് എന്താണ്? തിന്നാണ് അല്ലേ. കട്ടി കുറഞ്ഞതാണ് അല്ലേ. കണ്ടതിൻ്റെ അതിന് നോക്കൂ, പില്ലറാണെങ്കിൽ നല്ല കട്ടി, നല്ല തിക്നെസ്, നല്ല കട്ടിയിലുണ്ട്. ഫ്ലാഗ് പോസ്റ്റ് എന്താണ്? തിന്നാണ്, മെലിഞ്ഞിട്ടാണ് അല്ലേ. ദിസ് കാൻഡിൽ ഈസ് തിക്ക്. കാൻഡിൽ എന്താണ്? കട്ടി കൂടിയതാണ് അല്ലേ. ദിസ് കാൻഡിൽ ഈസ് തിൻ അല്ലേ. ആ മെഴുകുതിരി മെലിഞ്ഞതാണ് അല്ലേ. കട്ടിയുള്ള മെഴുകുതിരി കണ്ടില്ലേ അല്ലേ. കട്ടി കുറഞ്ഞ മെഴുകുതിരിയും ഉണ്ട്. കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും മനസ്സിലായോ? തൂണ് കട്ടി കൂടിയതാണ്, പില്ലർ കട്ടി കൂടിയതാണ്, തിക്കുള്ളതാണ്. ഫ്ലാഗ് പോസ്റ്റ് തിന്നാണ്. കാൻഡിൽ തിക്കാണ്, വലിയ അല്ലേ. കട്ടി കൂടിയ കാൻഡിലുണ്ട്, കട്ടി കുറഞ്ഞ കാൻഡിലുണ്ട് അല്ലേ. ഇതെന്താണ്? ഇതാണ് എന്താണ്? തിക്കാണ് അല്ലേ. തിക്ക് കാൻഡിൽ അല്ലേ.
തിക്ക് ക്യാൻഡിലല്ലേ. ഇതോ തിൻ ക്യാൻഡിലാണ് അല്ലേ. ഇത് തിക്ക് ക്യാൻഡിലാണ്, ഇത് തിൻ ക്യാൻഡിലാണ്. കണ്ടില്ലേ? അപ്പോൾ തിക്ക് മനസ്സിലായില്ലേ? തിക്ക് നല്ല കട്ടിയുള്ളത് കണ്ടില്ലേ? ഇത് കട്ടി കുറഞ്ഞതാണ്. അപ്പം ദിസ് ക്യാൻഡിൽ ഈസ് തിക്ക്, ദിസ് ക്യാൻഡിൽ ഈസ് തിൻ. ദി ക്യാൻഡിൽ ഈസ് തിക്ക്, ദിസ് ക്യാൻഡിൽ ഈസ് തിൻ. മനസ്സിലായില്ലേ? ഓക്കെ. Then look at the pictures given below. Write T for thick and N for thin. കട്ടി കൂടിയതിന് ടി എന്നും കട്ടി കുറഞ്ഞതിന് എൻ എന്നും എഴുതണം. തിക്ക് എന്നുള്ളതിന് ടിയും തിൻ എന്നുള്ളതിന് എൻ ചേർക്കണം. അപ്പം ലോഗ് കണ്ടോ? ലോഗ് മരക്കഷ്ണങ്ങൾ ഇതുപോലെ തന്നെ അല്ലേ? കാൻഡിൽ പോലെ തന്നെയാണല്ലേ? കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും തന്നെയാണല്ലോ. ഇതുപോലെ തന്നെയാണല്ലേ? കട്ടി കൂടിയ ലോഗുണ്ട്, കട്ടി കുറഞ്ഞ ലോഗുണ്ട്. അപ്പം കട്ടി അതുപോലെ തിന്നായിട്ടിരിക്കുന്ന ലോഗ് കണ്ടില്ലേ? അവിടെ എന്തെഴുതണം? എൻ എന്ന് എഴുതണം. ആ ചെറിയ ലോഗ് കണ്ടില്ലേ? അവിടെ എൻ എഴുതിക്കോളൂ. ഇതുപോലെ കട്ടിയുള്ള ലോഗ് കണ്ടില്ലേ? വലിയ ലോഗ്, അവിടെ എന്ത് ചെയ്യണം? ടി എന്ന് എഴുതണം. മനസ്സിലായോ? ടി എന്ന് എഴുതിയോ? ഓക്കെ. ഇനി എഴുതിയോ? ഓക്കെ. Do you write it? Do you write it? Okay. ഈ ബുക്ക് കണ്ടോ? ബുക്ക് എന്താണ്? നല്ല തിക്കാണ് അല്ലേ? തിക്ക് ബുക്കല്ലേ? ഓക്കെ. ദിസ് ബുക്ക് തിക്ക്. ഇതെന്താണ്? തിന്നല്ലേ? തിൻ കട്ടി കുറഞ്ഞതല്ലേ? കണ്ടില്ലേ? കട്ടി കുറഞ്ഞതാണ് അല്ലേ? ആ ബുക്ക് ഏത് ബുക്കാണ്? ആ റെഡ് കളർ ഇല്ലേ? റെഡ് കളർ ബുക്ക് എന്താണ്? തിക്ക് കൂടിയതല്ലേ അല്ലേ? റെഡ് കളർ ബുക്ക് തിക്ക് കൂടിയതല്ലേ? അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ടി എന്ന് എഴുതുക. കട്ടി കുറഞ്ഞ ആ ബ്ലാക്ക് കളർ ബുക്കില്ലേ? ബ്ലാക്ക് കളർ ബുക്ക് അവിടെ എന്തെഴുതണം? എൻ എന്ന് എഴുതുക. ഓക്കെ. Write it. Okay. Then next page. Turn over. Next page എടുക്കുക. Right, left എന്നാണ്. Right, left. വലതും ഇടതും. Right means RIGHT. എന്താണ്? Right. വലുത് എന്നർത്ഥം. LEFT. Left. ഇടത് എന്നർത്ഥം. Listen, the car is on the left of the signal. ഒരു സിഗ്നൽ കണ്ടില്ലേ സെൻറ്ററിൽ? 3 കളേഴ്സ് ഉണ്ട് അല്ലേ? റെഡും യെല്ലോയും ഗ്രീനുമായിട്ട് അല്ലേ? സ്റ്റോപ്പ് ആവാനും നിർത്താനും പോകാനും എല്ലാമുള്ള ചിഹ്നങ്ങളുള്ള ആ സിഗ്നൽ ലൈറ്റാണത്. അതിന് അപ്പുറത്ത് കാറും ഇപ്പുറത്ത് വാനും അല്ലേ? അപ്പോൾ ഇടതാണോ വലതാണോ നോക്കാൻ വേണ്ടിയാണ്. നമ്മളെങ്ങനെ വലത് കണ്ടുപിടിക്കുന്നത് അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്ന കയ്യിൽ ആ ഭാഗമാണ് നമ്മൾ വലതെന്ന് പറയുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇടതെന്ന് പറയുക അല്ലേ? അപ്പോൾ ദി കാർ ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദി സിഗ്നൽ. കാറ് ഇടത് സൈഡിലാണ് കാറ്. നമുക്ക് ഓപ്പോസിറ്റല്ലേ ബുക്ക് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇടത് സൈഡിലാണ് കാറ്. ദി വാൻ ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് ദി സിഗ്നൽ. വാൻ എവിടെയാണ്? വാൻ നമ്മുടെ വലത് ഭാഗത്താണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ദി ടെഡി ബെയർ ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് ദി ബാഗ്. ദി ബോൾ ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് ദി ബാഗ്. ഒരു ബാഗ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്. ആ ബാഗിൻ്റെ ഇടതുഭാഗത്താണ് ഒരു ടെഡി ബെയർ. ഒരു കളിപ്പാട്ടം കണ്ടില്ലേ? 2 കളിപ്പാട്ടങ്ങളിലാണ്. നിങ്ങളുടെ വെരി മച്ച് അല്ലേ ഇഷ്ടപ്പെടുന്നല്ലേ? നിങ്ങൾ നന്നായി ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങൾ. ഒരു ഭാഗത്ത് ഒരു പാവയാണ്, ടെഡി ബെയർ എന്ന പാവയാണ്. അപ്പുറത്ത് ബോളും ഉണ്ട്. സെൻറ്ററിൽ ബാഗുണ്ട്. അപ്പോൾ ബാഗിൻ്റെ ഇടതുഭാഗമാണ്, ലെഫ്റ്റ് സൈഡാണ് എന്ത്? ടെഡി ബെയർ. ഇതാണിത്. ടെഡി ബെയർ ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് ദി ബാഗ്. ടെഡി ബെയർ ബാഗിൻ്റെ ഇടതുഭാഗമാണ്. ദെൻ ദി ബോൾ ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് ദി ബാഗ്. ബോൾ എവിടെ ഇരിക്കുന്നു? ബാഗിൻ്റെ വലതുഭാഗമാണ്, റൈറ്റ് സൈഡിലാണ്. ഇതാണ് ലെഫ്റ്റും റൈറ്റും, ഇടതും വലതും. There are objects on the 2 sides of the milk bottle and the plate. Write L for
ലെഫ്റ്റ് ആൻഡ് ആർ ഫോർ റൈറ്റ്. താഴത്ത് കാണുന്ന ചിത്രങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു മിൽക്ക് ബോട്ടിലാണ്, ഒരു ബോട്ടിലിരിക്കുന്ന നോക്കൂ, മിൽക്ക് ബോട്ടിൽ. മിൽക്ക് പറഞ്ഞാൽ പാല്, പാലിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ആപ്പിൾസ് ഉണ്ട്, ഒരു ഭാഗത്ത് ഡേറ്റ്സ് ആണെന്ന് തോന്നുന്നു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ ഏതു ഭാഗമാണെന്നാണ്. വേർ ഈസ് ദ ആപ്പിൾ? ആപ്പിൾ റൈറ്റ് സൈഡല്ലേ. അപ്പോൾ ആപ്പിളിൻ്റെ അടുത്ത് എന്ത് എഴുതണം? റൈറ്റ് സൈഡിലുള്ളതിന് എന്ത് എഴുതണം? ആർ. റൈറ്റ് ഇറ്റ് ആർ. ആ റൗണ്ടിൽ ആർ എന്ന് എഴുതൂ. അപ്പുറത്തേക്ക് ഡേറ്റ്സ് ആണ്. അതിൻ്റെ അടുത്ത് എന്താ എഴുതേണ്ടത്? ലെഫ്റ്റ് സൈഡിന് എന്താണ് എഴുതേണ്ടത്? യെസ്, എൽ. ആപ്പിളിനടുത്ത് ആർ എന്നും അതർ സൈഡിൽ എൽ എന്നും എഴുതുക. നെക്സ്റ്റ്, ഒരു പ്ലേറ്റ് കണ്ടില്ലേ? അതിൻ്റെ ഒരു ഭാഗത്ത് എന്തുണ്ട്? സ്വീറ്റ്സ് ഇരിക്കുന്നുണ്ട്, അതർ സൈഡിൽ കേക്കാണ് അല്ലേ? അപ്പോൾ വേർ ഈസ് ദ സ്വീറ്റ്? ഇടതാണോ വലുതാണോ? സ്വീറ്റ്സ് എവിടെ ഇരിക്കുന്നത് പ്ലേറ്റിൻ്റെ? ലെഫ്റ്റ് സൈഡാണല്ലേ. എൽ സൈഡ്, എൽ അല്ലേ, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ എൽ എഴുതുക. സ്വീറ്റ്സിൻ്റെ അടുത്ത് എൽ എന്ന് എഴുതൂ. ദെൻ കേക്ക് ഇരിക്കുന്നതോ റൈറ്റ് സൈഡ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈൻ്റെ ആ ഭാഗത്തായിട്ടില്ല. അപ്പം അതുകൊണ്ട് റൈറ്റ്. വലത് സൈഡും ഇടത് സൈഡും. റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ അവകാശം എന്നൊക്കെ അങ്ങനെ വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മീനിങ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വലിയ കുട്ടികളായാൽ പഠിക്കും. ഇവിടെ നമുക്ക് വലതെന്നും ഇടതെന്നുമാണ്. കെൻ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? റൈറ്റും ലെഫ്റ്റും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈൻ്റെ ആ ഭാഗം വരുന്നതാണ് റൈറ്റ് സൈഡ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ളത് ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റും റൈറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പേജ്, ടോപ്പ് ബോട്ടം. ടോപ്പ് മുകളിൽ, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ. ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ. ദി മങ്കി ഈസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രീ. മങ്കി കണ്ടിരിക്കുന്നല്ലേ, ആ മരത്തിൽ മങ്കിയുണ്ട്, എന്തുണ്ട്? റാബിറ്റും ഉണ്ട്, മുയലും ഉണ്ട്, കുരങ്ങനും ഉണ്ട് അല്ലേ? ദ മങ്കി ഈസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രീ. എവിടെ മങ്കി ഇരിക്കുന്നത്? ചാടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ? മങ്കികളെ കണ്ടിട്ടില്ലേ? ഈ മങ്കി എവിടെ ഇരിക്കുന്നത്? മരത്തിന് മുകളിലല്ലേ. റാബിറ്റ് എവിടെയാണ്? താഴെയാണ് അല്ലേ, മരത്തിന് താഴെയാണ് അല്ലേ. അപ്പം മരത്തിന് മുകളിലാണ് മങ്കി ഇരിക്കുന്നത്. എങ്ങനെ പറയും? ദി മങ്കി ഈസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രീ. ടോപ്പ് എന്ന് TOP, ടോപ്പ്, BOTTOM, ബോട്ടം. ദി മങ്കി ഈസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രീ അല്ലേ, മുകളിലാണ് കുരങ്ങൻ ഇരിക്കുന്നത്. ദി റാബിറ്റ് ഈസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ട്രീ. എവിടെയാണ് റാബിറ്റ്? മുയൽ എവിടെയാണ്? താഴെയാണ് മരത്തിൻ്റെ അല്ലേ. അപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലും, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെയും. നെക്സ്റ്റ്, ദി ടെഡി ബെയർ ഈസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഷെൽഫ്. ഒരു ഷെൽഫ്, അതാ ബുക്സൊക്കെ ഉണ്ട് അല്ലേ, ബോളുണ്ട്, എല്ലാം ഉണ്ടല്ലേ. അടക്കി വെച്ചിരിക്കുക, ബുക്സൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ടെഡി ബെയർ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. കളിപ്പാട്ടം എവിടെ ഇരിക്കുന്നത്? ദി ടെഡി ബെയർ ഈസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഷെൽഫ്. അലമാരയുടെ മീതയാണ് ടെഡി ബെയർ ഇരിക്കുന്നത്. ദി ബോൾ ഈസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഷെൽഫ്. ഷെൽഫിൻ്റെ താഴെയാണ്. ബോൾ എവിടെ ഇരിക്കുന്നത്? താഴെയാണ് ഇരിക്കുന്നത് അല്ലേ. വേർ ഈസ് ടെഡി ബെയർ? ടെഡി ബെയർ ഓൺ ദി ടോപ്പ്, മുകളിലാണ്, ടോപ്പ്. ദി ബോൾ ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ഷെൽഫ്. ബോൾ എവിടെയാണ്? ബോള് ഷെൽഫിന് അടിയിലാണ് അല്ലേ, താഴെയാണ്. മനസ്സിലായോ? ഓക്കെ, നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെയുള്ള ചിത്രങ്ങൾ നോക്കാം. റൈറ്റ് T. ടോപ്പ് എന്നുള്ളതിന് T എന്ന് എഴുതണം, ബോട്ടം എന്നുള്ളതിന് B എന്ന് എഴുതണം. കണ്ടുപിടിക്കാം. ഫൈൻഡ് ഇറ്റ്. ഓക്കെ, എന്താണിത്? ക്രിസ്മസ് പ്ലാന്റ് ആണല്ലേ. ക്രിസ്മസ് പ്ലാന്റിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ തൂക്കുന്നത്? ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാറൊക്കെ എപ്പോഴാണ്? ക്രിസ്മസ് അല്ലേ, ഡിസംബറിലല്ലേ. ഡിസംബർ എന്നാണ്? ഡിസംബർ 25 ആണല്ലേ. ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
അല്ലേ? ക്രിസ്തുവിൻ്റെ ജനനമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. അന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ക്രിസ്മസ് പ്ലാന്റ്, ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് പ്ലാന്റ് അല്ല, സോറി, അതൊരു മരമാണ്, നമ്മൾ വീട്ടിൽ നട്ടുകൊടുത്താണ് ക്രിസ്മസ് പ്ലാന്റ്. ഇത് ക്രിസ്മസ് ട്രീ ആണ്, എക്സ്മസ് ട്രീ എന്നൊക്കെ പറയും. അത് നിറയെ ബോൾ ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റാർസ് ഉണ്ടായിരിക്കും, പലതരം അലങ്കരണങ്ങളൊക്കെ തൂക്കിയിടാറുണ്ട് അതിന് മേലെ. അപ്പോൾ സ്റ്റാർ നോക്കൂ, ആ ക്രിസ്മസ് ട്രീയുടെ എവിടെയാണ്? ആ മീതയാണോ താഴെയാണ്? മീതയല്ലേ? മീതയിൽ നിന്ന് എന്താ പറയുക? യെസ്, ടോപ്പ്. ടോപ്പ് എന്നാണ് പറയുക. ടോപ്പിനപ്പോൾ എന്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? TOP അല്ലേ ടോപ്പ്, അതുകൊണ്ട് T എന്ന് എഴുതണം. അപ്പോൾ സ്റ്റാർ, വേർ ഇസ് ദ സ്റ്റാർ? സ്റ്റാർ ഈസ് ടോപ്പ് ഓഫ് ദി ട്രീ, ക്രിസ്മസ് ട്രീ അല്ലേ? അതിൻ്റെ മീതയാണ്, മുകളിലാണ്. അതുകൊണ്ട് ആ സ്റ്റാറിൻ്റെ അടുത്ത് T എന്ന് എഴുതിക്കോളൂ. വെർ ഇസ് ദ ഗിഫ്റ്റ്? ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിട്ട് സമ്മാനങ്ങൾ കൊടുക്കുകയല്ലേ ചെയ്യുക എല്ലാവർക്കും? ക്രിസ്മസ് പപ്പ വരാറില്ലേ? ആ റെഡ് ക്ലോസൊക്കെ, റെഡ് വസ്ത്രങ്ങളൊക്കെ, ചുമന്ന വസ്ത്രങ്ങൾ ഇട്ടിട്ടല്ലേ വരിക അല്ലേ? എന്നിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും അല്ലേ? ആ ഗിഫ്റ്റ് എവിടെയാണ് തൂങ്ങി കിടക്കുന്നത്? ബോട്ടം, താഴെയല്ലേ? ആ ക്രിസ്മസ് ട്രീയുടെ താഴെയല്ലേ? അപ്പോൾ B എന്ന് എഴുതുക. റൈറ്റ് ഇറ്റ്. സ്റ്റാറിനടുത്ത് T എന്ന് എഴുതണം. ഇപ്പുറത്ത് ക്രിസ്മസ് ആ ട്രീയുടെ താഴെ അല്ലേ, താഴെ എന്നുള്ള ഭാഗത്തിന് B എന്ന് എഴുതുക, ബോട്ടം. നോക്കൂ, ഇതൊരു ഫ്ലവർ നോക്കൂ, ഫ്ലവർ. ഫ്ലവറിൽ നോക്കൂ, ഒരു ബി ഉണ്ട്, ഒരു ബീറ്റിലും ഉണ്ട്. ഒരു വണ്ട് പോലെ ജീവിക്കുന്നുണ്ട്, പിന്നെന്താണ്, ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ? ബട്ടർഫ്ലൈ അല്ലേ ഇത്? ബട്ടർഫ്ലൈ എവിടെയാണ്? പൂവിൻ്റെ. വെർ ഇസ് ദ ബട്ടർഫ്ലൈ? ടോപ്പ് ഓഫ് ദി ഫ്ലവർ. പൂവിൻ്റെ മീതിരുന്ന തേൻ കുടിക്കുന്നത് അല്ലേ? വണ്ട് എവിടെയാണ്? വണ്ട് ഒരു ബീറ്റിൽ അല്ലെങ്കിൽ ബഗ്ഗാണ്. എവിടെ ഇരിക്കുന്നത്? ആ ഫ്ലവറിൻ്റെ ചെടിയുടെ താഴെയല്ലേ? ബോട്ടം അല്ലേ? അപ്പോൾ ബി ബട്ടർഫ്ലൈ ഇരിക്കുന്നത് ഭാഗത്ത് എന്ത് എഴുതണം? T എന്ന് എഴുതണം. ദെൻ ആ ബഗ് ഓർ ബീറ്റിൽ ഇരിക്കുന്ന ഭാഗത്ത് എന്ത് എഴുതണം? B എന്ന് എഴുതണം. ഡു യു റൈറ്റ് ഇറ്റ്? ഓക്കെ. ബട്ടർഫ്ലൈ ഇരിക്കുന്ന ഭാഗത്ത് T എന്ന് എഴുതണം, താഴെ B എന്ന് എഴുതണം. റൈറ്റ് ഇറ്റ്? all of you finish? ഓക്കെ. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചൊന്നുകൂടി. ഇതൊക്കെ ചെറിയ ക്ലാസ് മുന്നേ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ വ്യത്യസ്ത വാക്കുകളാണ്, നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടി ക്ലാസ് കേട്ടിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് വേറെ ഓരോ ചിത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുക, താഴെ മീതയൊക്കെ. വീട്ടിൽ ടേബിളൊക്കെ അല്ലേ, ടേബിളിൻ്റെ മീതെ വെക്കുക, ഒരു ഗ്ലാസ് താഴെ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് താഴെ വയ്ക്കുക, ബുക്ക് ടേബിളിൻ്റെ മീതെ വയ്ക്കുക. ഇവർ ഏതാണ് ടോപ്പ്, ഏതാണ് ബോട്ടം? പിന്നെ ടേബിളിൻ്റെ രണ്ട് സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സാധനങ്ങൾ വയ്ക്കുക. എന്നിട്ട് അത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ നോക്കുക. അങ്ങനെ നമ്മൾ സ്വയം കണ്ടുപിടിക്കണം. ചെറിയ കുട്ടികളാണെങ്കിലും അങ്ങനെ നോക്കും. ഓക്കെ, അങ്ങനെ പഠിക്കാം. ഡു എൻജോയ് ദിസ്? ആസ്വദിച്ചോ ശരിക്കും? മാത്സ് ബുദ്ധിമുട്ടുണ്ടോ അല്ലേ? മാത്സ് ഇതിൽ നമ്പേഴ്സൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് വരുന്ന ഒരു എന്താ പറയുക, അനുപാതങ്ങളാണ് ഓരോന്ന്. ഇടത് വലത് താഴെ മീതെ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്. ഡു ലൈക്ക് ഇറ്റ്? ഓക്കെ, ഡു ലൈക്ക് വെരി മച്ച്? വളരെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ, വി ആർ വൈൻഡിങ് അപ്പ് അവർ ക്ലാസ്. I hope you are like this. Okay, then class is over. Thank you.